ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നാം ഈ ദിവസങ്ങളിൽ ലഹരി ഏതെല്ലാം പ്രകാരത്തിൽ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായി. ഒരു അല്പം ലഹരിക്ക് വേണ്ടി മനുഷ്യൻ്റെ നിത്യമായ ജീവിതം, നിത്യമായ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമാണ് എന്നത് വേദപുസ്തകത്തിലെ ഒരു മർമ്മപ്രധാനമായ വിഷയം തന്നെയാണ്. നിത്യമായ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണത്. അതിനെക്കുറിച്ച് വിവരിക്കുവാൻ ബൈബിൾ അധികം തുനിയുന്നില്ല. സൂചനകൾ മാത്രമേ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നുള്ളൂ. സമയബന്ധിതമായി മാത്രം ചിന്തിക്കുവാൻ ഉപയുക്തമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മനസ്സിന് നിത്യത എന്തെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിവില്ലെന്നതായിരിക്കാം ഇതിൻ്റെ പ്രധാന കാരണം. ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം പോലും മനസ്സിലാക്കാനാകാത്തപ്പോഴെങ്ങനെയാണ് അതിന് അപ്പുറം അവസാനിക്കാത്ത നിത്യതയെ മനുഷ്യൻ ഗ്രഹിക്കുന്നത്? എന്നാൽ നിത്യത അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നിത്യതയിൽ നമ്മൾ എങ്ങനെ ആയിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് അനേക വാക്യങ്ങളിലൂടെ ഇടപെടുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതെ, ആ നിത്യതയിൽ അഥവാ കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത ആ യേശു കർത്താവിനോട് നമ്മെ സദൃശന്മാരാക്കുന്നു എന്നതാണ് ആ നിത്യതയിൽ സംഭവിക്കുന്നതാകുന്ന യാഥാർത്ഥ്യം. പൂർവകാല നിത്യതയിൽ ആദാം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ആ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അവരിൽ മരണം കടന്നു വരുവാനിടയായിത്തു. എന്നാൽ ആ നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമായത്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തുവിലൂടെ ആ നിത്യത കൈവരിക്കുവാനായിട്ട് കഴിയുന്നു എന്ന ആ യാഥാർത്ഥ്യമാണല്ലോ ബൈബിൾ നമ്മോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ, ഓർക്കുക, ആ വിലക്കപ്പെട്ട കനി അതൊരല്പ നേരത്തെ സന്തോഷത്തിന് വേണ്ടി അവരത് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ നിത്യമായ മരണം ആണ് സംഭവിപ്പാനിടയായിട്ടുള്ളത്. അതേപോലെ ഈ ലോകത്തിലെ അല്പ ലഹരിക്ക് വേണ്ടിയോ അല്പ ജീവിത സന്തോഷത്തിനു വേണ്ടിയോ മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ പാഴാക്കി കളയരുത് എന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. അല്പം പാപത്തിൻ്റെ സുഖത്തിനു വേണ്ടി അത് നഷ്ടപ്പെടുത്തി കളയാതിരിപ്പാൻ ഇടയായി തീരട്ടെ. ആ ദൈവാഖരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ രക്ഷ ഭദ്രമാക്കി നമുക്ക് മുൻപോട്ട് പോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ലോക ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നും ഓർമ്മയിൽ കരുതിടണം. ഇന്നല്ലിൽ നാളെ നീ വിട പറയും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. ഈ ലോക ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നും ഓർമ്മയിൽ കരുതിടണം. ഇന്നല്ലിൽ നാളെ നീ വിട പറയും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും.
വ്യർത്ഥമാകും. നേടിയതെല്ലാം കൈവെടിയും, വെറും കൈയാൽ നീ വിട ചൊല്ലിടും. നേടിയതെല്ലാം കൈവെടിയും, വെറും കൈയാൽ നീ വിട ചൊല്ലിടും. സൗഭാഗ്യമായി നീ കരുതിയതെല്ലാം നിശ്ചയം ത്യജിച്ചു നീ പോയിടണം. സൗഭാഗ്യമായി നീ കരുതിയതെല്ലാം നിശ്ചയം ത്യജിച്ചു നീ